വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ടാലന്റ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റിയലി മിസ് ചെയ്യുന്നുണ്ടോ, അവരുടെ എനർജി എന്താണെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്തൊക്കെ ഏഞ്ചൽ മെസ്സേജസ് ആണ് നമുക്ക് ഇതുവഴി കിട്ടുന്നത്, ഏഞ്ചൽസ് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നോക്കാം. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ പറയുന്ന സാഹചര്യം നിങ്ങളുമായി റെസൊണേറ്റ് ആവുകയാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ ഇത് ഓപ്പൺ ആക്കുന്ന എല്ലാവർക്കും ഇത് റെസൊണേറ്റ് ആകും. ഇഫ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് പോകാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് നമുക്ക് പെയ്ഡ് ആണ്. അതിന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ടതാണ് താഴെ കാണിക്കുന്ന നമ്പറിൽ. ഓക്കെ. അതുപോലെ തന്നെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. പുതുതായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സന്റെ ലവ് എനർജി എടുക്കുക. അവർ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അവരെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ് ആൻഡ് ഓൾസോ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്. ഒരു കാർഡ് വീണിട്ടുണ്ട്. 5 ഓഫ് കപ്സ് ആണ്. അതായത് ഈ ഒരു പേഴ്സൺ ഇമോഷണലി വളരെ ഡൗൺ ആണ്, അല്ലെങ്കിൽ മേ ബി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ പേഴ്സൺ ഇപ്പോ ഒരു ബുദ്ധിമുട്ടിലാണ്, ഒരു മാനസിക പിരിമുറുക്കം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ഇതിനകത്ത് അയാളുടെ ഇമോഷൻ തന്നെ പലപ്പോഴും ഇംബാലൻസ്ഡ് ആണ് എന്നൊരു തോന്നൽ അയാൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, നിങ്ങൾ മിററിംഗ് ആയിരിക്കാം. ചില സമയങ്ങളിൽ ചിരിക്കുന്നു, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായി സങ്കടം വരുന്നു, നിങ്ങൾ പൊട്ടിക്കരയുന്നു വിത്തൗട്ട് എനി റീസൺ, ഒരു റീസണും ഇല്ലാണ്ട് അങ്ങനെ സങ്കടം വരുന്നു എന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിൽക്കുന്നത്. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യത്തിലും ഫ്രണ്ടിലോട്ട് പോകണം എന്ന് വിചാരിക്കുമ്പോൾ അതിപ്പം ലവ് എനർജി ആയിരിക്കാം, കരിയർ എനർജി ആയിരിക്കാം, എന്തിലാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുള്ള അതിലൊക്കെ നിങ്ങൾക്കൊരു തടസ്സം, സ്റ്റക്ക് എനർജി, ബ്ലോക്കേജ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു കാര്യത്തിലേക്ക് പോകണ്ട, അതിനകത്ത് നിന്ന് എനിക്ക് വലിയ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല, സോ എനിക്കത് നിർത്തണം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ വരുന്നുണ്ട്. എൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ മടുപ്പ് തോന്നുന്നു എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിത സാഹചര്യത്തിൽ അങ്ങനെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഈ ഒരു ലൈഫിൽ ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അപ്ഗ്രൂത്ത് ഉണ്ടാവും, ചില ആൾക്കാർക്ക് മെന്റലി സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഒന്ന് ഉള്ളവന് എന്തായാലും ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ജീവിതത്തില് ഇല്ലെങ്കിൽ നമ്മളെല്ലാം സറണ്ടർ ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുക. അത് നമുക്ക് കിട്ടുന്നത് മതി. ഐ എം ഹാപ്പി വിത്ത്, എനിക്ക് എന്താണ് ഉള്ളത്, എനിക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്നത്, അതിൽ ഞാൻ തൃപ്തനാണ് അല്ലെങ്കിൽ ഞാൻ തൃപ്തയാണ് എന്നൊരു രീതിയിൽ നിങ്ങൾ എത്തുന്നത് വരേക്കും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കും സ്റ്റാഗ്നന്റ് വരും. കാരണം മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് എന്ന് പറയുന്നത് മോഹങ്ങൾ വളരെ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അടുത്ത മോഹമാണ്, അടുത്ത കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് അതും കൂടി കിട്ടിയാൽ മതി, വേറൊന്നും ഞാൻ ചോദിക്കില്ല, ആ ഒരു എന്റെ ഫ്രീതിലായിരിക്കും പല ആൾക്കാരും. അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഇതും കൂടി എനിക്കൊന്ന് തരണേ എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ടോട്ടലി ഡിവൈൻ്റെ കൂടെ അല്ല, മെറ്റീരിയലിസ്റ്റിക് ലൈഫിലാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പ്യുവർലി നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ലൈഫിലായതുകൊണ്ട് തന്നെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് തീരുന്നില്ല. ഓക്കെ, ഓരോ ദിവസവും ആവശ്യങ്ങളുടെ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏഞ്ചൽസ് പറയുന്നത്. സോ അതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു പ്രോപ്പർ വിഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഐഡിയ സത്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഇല്ല. അതെടുക്കുമ്പോൾ അതും വേണം, ഇതെടുക്കുമ്പോൾ ഇതും വേണം. അതായത് ഒരു ഹോൾ സർക്കിൾ നിങ്ങൾക്ക് തന്നെ വേണം. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അപ്പം എടുത്തിട്ട് അതിനെ 4ആയിട്ട് മുറിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പീസ് മതിയോ എന്ന് ചോദിച്ചാൽ, പക്ഷെ നിങ്ങൾ ആ ഒരു അറ്റ് എ ടൈമിൽ പറയും ഒരു പീസ് മതി എന്ന്. പക്ഷെ പിന്നെ നിങ്ങളുടെ ആഗ്രഹം വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫുൾ സർക്കിളും, അതായത് ആ ഒരു മൊത്തം അപ്പവും വേണം. അങ്ങനെയുള്ള രീതിയിലുള്ള തോട്ടാണ് മെറ്റീരിയലിസ്റ്റിക് ലൈഫിലുള്ള വ്യക്തികൾക്കുള്ളത്. അങ്ങനത്തെ രീതിയിലുള്ള തോട്ടാണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ആൻഡ് ഇത് റെസൊണേറ്റ് ആകുന്നുണ്ടോ നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറുമായിട്ടും ഇതിന് സാമ്യത ഉണ്ടാകും. ഓക്കെ, യെസ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ ഉണ്ടാകുന്ന സുഖങ്ങൾ, സൗകര്യങ്ങൾ, പ്ലഷർ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി അഡിക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്താണ് ആ ഒരു പ്ലഷർ, ആ ഒരു ലക്ഷറിയസ് ലൈഫിന് വേണ്ടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ സ്വപ്നം കാണുന്നതും ജീവിക്കുന്നതും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ എപ്പോഴും ക്ലാരിറ്റി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ ഓൾറെഡി നിങ്ങൾക്ക് ഗിവൺ ആണ് പല കാര്യങ്ങളും. പക്ഷെ ആ കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ശ്രമിക്കുന്നില്ല. മേ ബി ചിലപ്പോൾ ഈ പേഴ്സൺ ഇമോഷണലി ഡൗൺ ആണെങ്കിൽ യൂണിവേഴ്സ് ഇമോഷണലി ഈ പേഴ്സണെ താങ്ങാൻ വേണ്ടി നിങ്ങളെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വർത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഇയാൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള താല്പര്യങ്ങളിൽ ഡിപ്പെൻഡന്റ് ആണ്, അഡിക്റ്റഡ് ആണ് എന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ എന്തുണ്ട് എന്നതിനേക്കാൾ ഉപരി എനിക്ക് എന്തില്ല എന്ന് ചിന്തിക്കുന്നതാണ് നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടാത്തത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ വില ഈ വ്യക്തിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് ഈ പേഴ്സണ് മനസ്സിലാകുന്നില്ല എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ പ്രവർത്തികൾ യൂണിവേഴ്സ് പലപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. കാരണം ഈ ഒരു വ്യക്തിയുമായി നിങ്ങൾ എത്രത്തോളം പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്നോ അത്രത്തോളം പാർട്ട്ണർഷിപ്പ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതിലുപരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് ഈ പേഴ്സൺ എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ മേ ബി ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം, ആൻഡ് ആ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സണ് ചായ്വ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ മോറോവർ ഇത് കരിയർ ആണെങ്കിൽ ആ കരിയർ പാർട്ടിലോട്ടും ഈ പേഴ്സണ് ചായ്വ് ഉണ്ടായിരിക്കും. അപ്പോ ദ ഫാക്ടേഴ്സ് അവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പല സാഹചര്യത്തിലും നിങ്ങളെക്കാൾ ഉപരി മറ്റെന്തോ ആണ് എന്ന രീതിയിലുള്ള ചിന്ത ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ലൈഫിന്റെ മെറ്റീരിയലിസ്റ്റിക് സൈഡിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ചില ആൾക്കാർ എനിക്ക് അത് വേണം ഇത് വേണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ അവരുടെ ഭാഗ്യം നിങ്ങളുടെ അടുത്താണുള്ളത്. കാരണം ചേരേണ്ടത് ചേരുമ്പോൾ അവിടെ മിറാക്കിൾസ് സംഭവിക്കുമെന്ന് നിങ്ങൾ കേട്ടില്ല. അതുപോലെ അവർക്ക് ചേരേണ്ട ഒരു പാട്ടുണ്ട്. ആ പാട്ടിനെ അവർ ചേർത്ത് പിടിച്ചാൽ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്ന ഐശ്വര്യങ്ങളും അബണ്ടൻസും അവരിൽ വന്ന് ചേരുക. പക്ഷെ അത് ആ ഒരു ലോജിക് അവർക്ക് മനസ്സിലാവുന്നില്ല. പല ആവർത്തി യൂണിവേഴ്സ് അവർക്ക് പലതരത്തിലുള്ള മെസ്സേജസ് കൊടുത്തിട്ടും അവര് അതിൽ അവേക്കൻഡ് ആകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് അവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. മെറ്റീരിയലിസ്റ്റിക് ലൈഫിന്റെ ഫെയിമിന് വേണ്ടി അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കലി അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾക്ക് പിറകെയാണ് അവർ ഒത്തിരി ഓടുന്നത്, നിങ്ങളുടെ പിറകെ വരുന്നതിനേക്കാളും. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. മേ ബി അത് പ്രൊഫഷൻ ആയിരിക്കാം, മറ്റെന്തുമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ ഒരു പേഴ്സൺ വരണമെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ഉണ്ടാകണം എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഈ പേഴ്സണ് നിങ്ങൾ ഡിറ്റാച്ച് ആകുമ്പോഴാണ് ഈ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ കാരണമാണ് അവർക്ക് ലഭിച്ചത് എന്ന് മനസ്സിലാകുക. ഓക്കെ, സോ ഇതിനകത്ത് ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ദർ ഇസ് എ യൂണിയൻ പോസിബിൾ. അതായത് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പല കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്ത് അതിൽ ക്ലാരിറ്റി കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ബിക്കോസ് എന്താണ് ഈ പേഴ്സണ് കിട്ടുന്ന ക്ലാരിഫിക്കേഷൻ എന്ന് ചോദിച്ചാല് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു, നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എന്തൊക്കെ കിട്ടി, നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് എന്തൊക്കെ കിട്ടി, ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു നിങ്ങൾക്ക് തന്നതിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റോടുകൂടി അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുക എന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം യൂണിവേഴ്സ് നമുക്ക് നേരിട്ട് തരും. ഓക്കെ, പക്ഷെ നമുക്ക് അതിന്റെ വില മനസ്സിലായില്ലെങ്കിൽ അതിനെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും. എന്നതിന് ശേഷം അതിന്റെ വില നമ്മളെ മനസ്സിലാക്കിപ്പിക്കും. അതിനുശേഷമായിരിക്കും ആ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു തരുന്നത്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് ഉള്ള ഈ ഒരു ബിഹേവിയറിൽ യൂണിവേഴ്സ് ആ പേഴ്സണൽ ജഡ്ജ്മെന്റ് രീതിയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഹേർട്ട് ചെയ്യാം. പക്ഷെ ഈ ഒരു ഹേർട്ട് തിരിച്ച് അവർക്ക് ഉണ്ടാകുമ്പോൾ ഇപ്പൊ നിങ്ങൾ തിരിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും അവർക്ക് ഈ ഒരു ഹേർട്ട് ഉണ്ടാവും. അത് യൂണിവേഴ്സ് കൊടുക്കും. അവർക്ക് നിങ്ങളുടെ വില എന്താണെന്ന് യൂണിവേഴ്സ് റിയലൈസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ പേഴ്സൺ പ്രസന്റിലെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യും. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആൻഡ് കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങൾക്ക് റെസ്പെക്ട് തരുന്നില്ല എങ്കിൽ ആ റെസ്പെക്ട് നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ പ്രിഫറൻസ് നിങ്ങൾക്ക് തരും ഈ പേഴ്സൺ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എന്താണ് അവരുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് മെസ്സേജിൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ആൻഡ് നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ അവർ തീർച്ചയായിട്ടും വേദനിക്കും. ഓക്കെ, യെസ്, അവര് ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുമായിട്ട് അവർ പങ്കുവച്ച മൊമെന്റ് ആണ് റൈറ്റ്.
അതായത് ജീവിതത്തിൽ നമുക്ക് റോങ് ആയിട്ടുള്ള ലവും കിട്ടും, റൈറ്റ് ആയിട്ടുള്ള ലവും കിട്ടും, അല്ലെ? ഈ ഭാഗത്ത് അപ്പൊ എത്രത്തോളം തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്ത ആ ഒരു ലവ് ആണ് റൈറ്റ്, പവിത്രം, പ്യുവർ ആയിട്ടുള്ള ലവ് എന്ന് അവർക്ക് മനസ്സിലാവുമ്പോഴാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് അതേ വേഗത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കും. ഓക്കെ, അതായത് ഈ പേഴ്സൺ പഠിക്കേണ്ടതായിട്ടുണ്ട്. വേറൊരു വ്യക്തി ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് എത്ര പ്രിഫറൻസ് കിട്ടുന്നു, അവർക്ക് എത്രത്തോളം അവരുടെ സ്വാതന്ത്ര്യം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു, ആൻഡ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അവർ ആരാണ്, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഈ പേഴ്സൺ സ്വയം റിയലൈസ് ചെയ്യണം. ബിക്കോസ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയത്തില്ല എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഈ പേഴ്സൺ അറിയാം ഈ പേഴ്സണെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് പലപ്പോഴും നിങ്ങളാണെന്ന്. ഈ വാക്കുകൾ പലപ്പോഴും ഇമോഷണൽ ആകുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. മറ്റാരും ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കത്തുമില്ല എന്ന് നിങ്ങളും ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് അത്രത്തോളം ഒരു ഡിവൈൻ റൈറ്റ് ലവ് ആണ് നിങ്ങൾക്ക് അവരോടുള്ളത്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ അവർക്ക് വേണ്ടി സാക്രിഫൈസുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് അവർ മനസ്സിലാക്കണം. ആ ഒരു പാഠം പഠിച്ചു വരുന്ന ആൾക്കേ, അതായത് വിശപ്പ് എന്തെന്ന് അറിയുന്നവനെ ഫുഡിന്റെ വില അറിയൂ എന്ന് കേട്ടതുപോലെ, ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു വിശപ്പ് എന്താണെന്ന് അറിയുന്നവനെ ആ ഒരു പവിത്രമായിട്ടുള്ള ലവിനെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, യെസ്, നിങ്ങൾ ഉള്ളപ്പോൾ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു സന്തോഷമായിട്ടുള്ളൊരു കളിച്ചിരി, കുട്ടിക്കളി പോലെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൂഡിനെ അങ്ങനെ മാറ്റിയെടുക്കുന്നു. ഓക്കെ, ഈ പേഴ്സന്റെ എല്ലാ തെറ്റുകളോടുകൂടിയും ഇനിയും ഈ പേഴ്സൺ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോഴും തയ്യാറാണ്. അത്രത്തോളം, അതായത് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്, ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന ആ ഒരു രീതിയിലുള്ള നിങ്ങളുടെ പ്യുവർ ലവ് ഈ പേഴ്സൺ തിരിച്ചറിയും, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു എനർജി ഈ പേഴ്സന്റെ അടുത്തുണ്ടാവും. സോ മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ മറ്റാൾക്കാരുടെ മുന്നിൽ പോകുമ്പോഴത്തേക്ക് ഈ പേഴ്സണെ വളരെയധികം കളിയാക്കുന്നുണ്ടായിരിക്കാം. ഈ പേഴ്സന്റെ അപ്പിയറൻസിൽ, ഡ്രസ്സിംഗ് സ്റ്റൈലിൽ, ഹെയർ സ്റ്റൈലിൽ, ജോലിയിൽ, അല്ലെങ്കിൽ വീട്ടിന്റെ സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ വീട്ടിലുള്ളവര്, ഇതൊക്കെ വെച്ച് ഈ പേഴ്സണെ പലപ്പോഴും, അല്ലെങ്കിൽ കളർ, അങ്ങനെയുള്ളതൊക്കെ വെച്ച് ഈ പേഴ്സണെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ്, ഒരു കോമാളി അല്ല, ആരെങ്കിലും ആണ് ഈ ലോകത്ത്, അല്ലെങ്കിൽ തനിക്കും ഈ ലോകത്ത് തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തന്നെ ജഡ്ജ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, മനസ്സിനെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട് എന്ന് മനസ്സിലായത് നിങ്ങളിലൂടെയാണ്. ഈവൻ ഇഫ് ഈ പേഴ്സൺ കാണാൻ ഹാൻസം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ പോലും പലപ്പോഴും ഇൻസെക്യൂരിറ്റീസ് ഈ പേഴ്സണെ വേട്ടയാടാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ പല ആൾക്കാരും അസൂയയോടെ ഈ പേഴ്സണെ കളിയാക്കാറുണ്ടായിരുന്നു, ഈ പേഴ്സന്റെ കോൺഫിഡൻസ് നശിപ്പിക്കാൻ. പക്ഷെ നിങ്ങൾ വന്നപ്പോഴാണ് ഈ പേഴ്സണ് തന്റേതായിട്ടുള്ള ഒരു ഉൾ സൗന്ദര്യം മനസ്സിലായത്, അല്ലെങ്കിൽ നിങ്ങൾ വന്നപ്പോഴാണ് ഈ പേഴ്സന്റെ വേർത്ത് മനസ്സിലായത്. അതുപോലെ യൂണിവേഴ്സ് നിങ്ങളുടെ വേർത്തും ഈ പേഴ്സണെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. ആൻഡ് ഈ ഒരു പേഴ്സൺ, നിങ്ങൾ ഈ വീഡിയോ തുറന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സൈക്കിളിൽ കൂടെ കടന്നു പോകും. ആൻഡ് ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കും, നിങ്ങൾക്ക് വളരെയധികം റെസ്പെക്ട് കിട്ടുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.